ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ നീളവും ഭാരവും അഥവാ ലെങ്ത് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചുകൊണ്ട് നിന്നത് അല്ലേ. അപ്പോൾ ആ ചാപ്റ്ററിലെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ക്വിന്റൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്വിന്റൽ എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെ, 100 കിലോഗ്രാം അല്ലേ, 100 kg എന്ന് പറയുന്നതാണ് 1 ക്വിന്റൽ എന്ന് നമുക്ക് എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ 1000 kgയിലെ 1000 കിലോഗ്രാം ആണ് ഒരു ടൺ എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, 2 ചോദ്യങ്ങളല്ല, ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് എന്താണ് എന്ന് നോക്കാം അല്ലേ. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, സ്കൂളിൽ പാചകപ്പുര പുനർനിർമ്മിക്കുകയാണ്. അപ്പൊ എന്താണ്, നിർമ്മാണത്തിന് വേണ്ടിയിട്ട് 6 ടൺ മണല്, 2 ടൺ സിമന്റ്, 3 ടൺ മെറ്റലും വാങ്ങി. അപ്പൊ എത്ര ടണ്ണുകളൊക്കെയാണ്? 6 ടൺ മണലുണ്ട്, 2 ടൺ സിമന്റും 3 ടൺ മെറ്റലുമാണ് ആകെ വാങ്ങിയിട്ടുള്ളത്. അതിൽ ഇവ ഓരോന്നും എത്ര കിലോഗ്രാം ആണ്? അതായത് ഈ ടണ്ണുകളിൽ പറഞ്ഞതൊക്കെ നമ്മൾ എന്താക്കി എഴുതണം? നമ്മൾ കിലോഗ്രാമിലേക്കാക്കി മാറ്റി എഴുതാനാണ് നമ്മുടെ ആദ്യത്തെ എക്സസൈസ് കേട്ടോ. അപ്പൊ മണല് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 6 ടൺ മണലാണെന്നല്ലേ, 6 ടൺ ആണ് നമ്മുടെ മണല് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 1 ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 1 ടൺ എന്ന് പറയുന്നത് മിസ്സേ, 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ്. അങ്ങനെയെങ്കിൽ 6 ടൺ എത്രയായിരിക്കും? അതെ, 6 ഗുണം 1000, അതായത് 6000 കിലോഗ്രാം ആയിരിക്കും 6 ടൺ മണൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് എഴുതി വെക്കും? 6000 കിലോഗ്രാം എന്ന് അടിപൊളിയായിട്ട് നമ്മൾ എഴുതി വെക്കും. ഇനി സിമന്റ് ആണ്, 2 ടൺ സിമന്റ് ആണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ 2 ടൺ സിമെന്റ് എന്ന് പറയുമ്പോൾ എത്രയായിടാ? 2000 അല്ലെ, 2000 കിലോഗ്രാം ആണ് ആവുക. ഇനി മെറ്റലോ, 3 ടൺ മെറ്റൽ, 3 ടൺ ആണ് നമ്മുടെ മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ളത്. സോ 1 ടൺ എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണെങ്കിൽ 3 ടൺ എത്രയായിരിക്കും? 3 × 1000, അതായത് 3000 കിലോഗ്രാം ആയിരിക്കും നമ്മുടെ മെറ്റൽ വരിക. ഇനി അടുത്ത ചോദ്യം എന്താ നോക്കിയാലോ. ക്വിന്റലിൽ പറയുകയാണെങ്കിൽ, ഇത് നമ്മൾ ക്വിന്റലിൽ പറയുകയാണെങ്കിൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ. നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. ഒരു ക്വിന്റൽ എന്ന് പറയുന്നത്, 1 ക്വിന്റൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ് എന്ന് പഠിച്ചു അല്ലേ. അങ്ങനെയെങ്കിൽ ഇതാ നമ്മളോട് ചോദിച്ചത് എന്താണ്? 6000 കിലോഗ്രാമിനെ നമ്മൾ ക്വിന്റൽ ആക്കി എഴുതാനാണേ. 6000 കിലോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? 6000 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഗുണം 100 അല്ലേ, 60 × 100 ആക്കി നമുക്ക് എഴുതിക്കൂടെ? 60 × 100 എന്ന് പറയുമ്പോൾ 60 ക്വിന്റൽ ആണ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എന്താക്കി എഴുതാം? നിങ്ങൾക്ക് 6000ത്തെ ഹരിക്കാം 100 കൊണ്ട് അല്ലേ. 2 0 വെട്ടിക്കളഞ്ഞു. അപ്പൊ എത്രയായി? 60. 60 ക്വിന്റൽ ആണ് നമ്മുടെ മണലുള്ളത് അല്ലേ. 60 ക്വിന്റൽ ആണ് നമ്മുടെ മണല്. ഇനി സിമന്റോ, അതുപോലെ സിമന്റ് ചെയ്യണം. സിമന്റ് 2000 കിലോഗ്രാം ആണ്. 2000നെ 1 ക്വിന്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 100 കിലോഗ്രാം ആണ്. ഈ 2 പൂജ്യങ്ങളും വെട്ടിക്കളഞ്ഞു. അപ്പൊ എത്രയായിടാ? അപ്പൊ നമുക്ക് 20 ക്വിന്റൽ അല്ലേ, 20 ക്വിന്റൽ ആണ് എന്ന് കിട്ടി. ഇനി അതുപോലെ മെറ്റൽ അല്ലേ. മെറ്റൽ എത്രയായിരുന്നു? 3000 കിലോഗ്രാം, 3000 കിലോഗ്രാം ആണ് നമ്മുടെ മെറ്റൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനെ നമ്മൾ 100 കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 30 ക്വിന്റൽ, 30 ക്വിന്റൽ ആണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കിയാലോ. 2 തരം കമ്പികളാണ് വാർപ്പിനായി വാങ്ങിയത്. വണ്ണം കുറഞ്ഞ കമ്പി 3625 കിലോഗ്രാമും, 3625 എന്ന് പറയുമ്പോൾ 3625ഉം, വണ്ണം കൂടിയതോ 1375, 1375 വണ്ണം കൂടിയത് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്താ നമ്മുടെ ചോദ്യം? ആകെ എത്ര ടൺ കമ്പിയാണ് വാങ്ങിയത്? ഇത് കിലോഗ്രാമിന്റെ കണക്കാണ്. ഇതാരും മറന്നു പോകണ്ട, ഇത് കിലോഗ്രാമിന്റെ കണക്കാണ്. ഇത് നമ്മൾ കിലോഗ്രാമിൽ തന്നെ ഉത്തരം കണ്ടുപിടിച്ചിട്ട് അത് നമ്മൾ ടണ്ണിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഉത്തരം എഴുതാൻ കേട്ടോ. അപ്പൊ 5ഉം 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 10 ആയി. 7 + 3 10, ഇവിടെ 1, ഇവിടെ 6 + 1 7, 7 + 3 10 ആണ്. 3 + 1 4, 4 + 1 5. 5000 കിലോഗ്രാം അല്ലേ. 5000 കിലോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 5 ടണ്ണാണ്. 5 ടണ്ണാണ് 5000 കിലോഗ്രാം എന്ന് പറയുന്നത്. 5 ടണ്ണാണ് എന്ന് നമുക്ക് ഉത്തരം കിട്ടിയില്ലേ. ഇനി അടുത്തത് 2 തരം കമ്പികളും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കമ്പി എന്ന് പറയുന്നത് 3625 ആണ്, അടുത്തതോ 1375 ആണ്. ഇത് രണ്ടും കൂടെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ഉത്തരം വരിക? 5 - 5 0 ആണ്. ഈ 2 എന്താ കൂടെ 12 ആകും. ഇവിടെ എന്തായി? ഇവിടെ 5 ആയി. സോ 12 - 7 എന്ന് പറയുന്നത് 5 ആണ്. 5 - 3 2, 3 - 1 എന്ന് പറയുന്നത് 2. 2250 കിലോഗ്രാം ആണ് അവർ തമ്മിലുള്ള ഭാര വ്യത്യാസം എന്ന് നമുക്ക് കിട്ടും.
ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ക്വിന്റൽ, ടൺ എന്നൊക്കെ പറയുന്നത് എത്ര കിലോഗ്രാമുകളാണ്, അതൊക്കെ മാറ്റാനുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.